സംഘടനാ രാഷ്ട്രീയത്തിലും യുവജന പ്രസ്ഥാനങ്ങളിലും പാർട്ടി നേതൃത്വം നടപ്പിലാക്കുന്ന സ്വാർത്ഥ താൽപര്യങ്ങളെയും ആന്തരികമായ അഴുകലിനെയും കുറിച്ചുള്ള ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ വിചാരണയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ചിന്താ ജെറോമിനെ പ്രസിഡന്റായും എം വിജിനെ സെക്രട്ടറിയായും കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടെ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. പുറത്തു പറയുന്നത് സംഘടനയുടെ പുനഃസംഘടനയാണെന്നാണെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും വ്യക്തിപരമായ താൽപര്യങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളുമാണെന്ന ആക്ഷേപം ശക്തമാണ്. തെരുവിൽ സമരം ചെയ്ത് പോലീസിന്റെ ലാത്തിയടിയും ചവിട്ടും വാങ്ങിയ നിരവധി സഖാക്കളെ ഒരു വശത്തേക്ക് തള്ളിമാറ്റി നേതാക്കളുടെ പ്രീതി പിടിച്ചുപറ്റിയവരെ മാത്രം തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്ന ഈ വൈരുദ്ധ്യാഷ്ഠിത സമീപനം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. CPM-ലെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ ചോദ്യം ചെയ്യാനാവാത്ത വിധം അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃത ഭരണശൈലിയാണ് നിലനിൽക്കുന്നത്. ഈ പിണറായിസം പാർട്ടിയിലെ താഴെത്തട്ടിലെ പ്രവർത്തകരിലേക്കും യുവജന നേതാക്കളിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നു. പ്രവർത്തകരോടും ജനങ്ങളോടുമുള്ള ധാർഷ്ട്യവും ധിക്കാരവും കലർന്ന പെരുമാറ്റം മൂലം വനിതാ പിണറായിമാർ എന്ന് പൊതുസമൂഹം വിശേഷിപ്പിക്കുന്ന ചിന്താ ജെറോം, ആര്യ രാജേന്ദ്രൻ, PP ദിവ്യ തുടങ്ങിയ നേതാക്കളുടെ ഉദയം ഈ രാഷ്ട്രീയ ജീർണതയുടെ ഉദാഹരണമാണ്. ജനങ്ങളോട് എന്ത് നിലപാടും സ്വീകരിക്കാം, ആര് എന്ത് ചോദിച്ചാലും ആ ധാർഷ്ട്യം പ്രകടിപ്പിക്കാം എന്ന അഹങ്കാരമാണ് ഇവരെ നയിക്കുന്നത്. തെരുവിലിറങ്ങി ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിവില്ലാത്ത ഇത്തരം ആൾക്കാരെ യുവജനങ്ങളുടെ മാതൃകയായി സംഘടനയുടെ തലപ്പത്ത് വെച്ചിട്ട് പാർട്ടി പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി വന്നപ്പോൾ അത് വലിയൊരു യുവജന മാതൃകയായി നാട് മുഴുവൻ ഉയർത്തിക്കാട്ടിയിരുന്നു. ആനാവൂർ നാഗപ്പനെ പോലുള്ള പ്രാദേശിക നേതാക്കളുടെ തണലിൽ ഉയർന്നു വന്ന ആര്യ ഒടുവിൽ തലസ്ഥാന നഗരസഭയിൽ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുകയും ഭരണം തന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചത്. ഏറ്റവും മോശം മേയർ എന്ന വിമർശനം കേട്ട് ഒടുവിൽ ജനപ്രീതി നഷ്ടപ്പെട്ടപ്പോൾ പ്രവർത്തന മണ്ഡലം ഭർത്താവിന്റെ നാടായ കോഴിക്കോട്ടേക്ക് മാറ്റാൻ നോക്കിയപ്പോൾ സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെ അവരെ നിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഭരണപരിചയമില്ലായ്മയും അഹങ്കാരവും മാത്രം കൈമുതലാക്കിയ നേതാക്കളെ ഉയർന്ന പദവികളിൽ കുത്തിനിറയ്ക്കുന്നതിന്റെ അനന്തരഫലമാണ് ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. ഇനി ഡിവൈഎഫ്ഐയുടെ പുതിയ പ്രസിഡന്റായി ഉയർത്തിക്കാട്ടപ്പെടുന്ന ചിന്താ ജെറോമിന്റെ ചരിത്രം പരിശോധിച്ചാൽ യുവജന കമ്മീഷൻ അധ്യക്ഷനായിരുന്ന സമയത്ത് ലക്ഷങ്ങൾ വാടകയുള്ള ആഡംബര റിസോർട്ടിൽ താമസിച്ച് അതിനെ ന്യായീകരിക്കാൻ കള്ളത്തരങ്ങൾ പറഞ്ഞത് ജനങ്ങൾ ഇന്നും മറന്നിട്ടില്ല. PhD ഗവേഷണ പ്രബന്ധത്തിൽ വാഴക്കൊല വാഴപ്പഴമായതും അക്ഷരത്തെറ്റുകളും നിറഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഇവർ എങ്ങനെ ഗവേഷണ ബിരുദം നേടി എന്ന ചോദ്യം ഉയർന്നു. കഴിഞ്ഞ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചില മണ്ഡലങ്ങളിലെ പ്രമുഖ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പോലും പാർട്ടി നേതൃത്വത്തോട് പരസ്യമായി ആവശ്യപ്പെട്ടു, ദയവായി ചിന്താ ജെറോമിനെ ഞങ്ങളുടെ പ്രചരണത്തിന് അയക്കരുത് എന്ന്, അയച്ചാൽ ജയിക്കേണ്ട വോട്ട് പോലും തോൽക്കും എന്ന്. സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾക്ക് പോലും വിശ്വാസമില്ലാത്ത ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയെയാണ് MV ഗോവിന്ദനും കൂട്ടരും ഡിവൈഎഫ്ഐയുടെ തലപ്പത്തേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കേണ്ടത്. സംഘടനയുടെ ചട്ടക്കൂടുകളെയും ജനാധിപത്യ രീതികളെയും കാറ്റിൽ പറത്തി തനിക്ക് വിധേയരായവരെ പ്രതിഷ്ഠിക്കാൻ MV ഗോവിന്ദൻ നടത്തുന്ന ശ്രമങ്ങൾ ഡിവൈഎഫ്ഐ ഫ്രാക്ഷൻ യോഗങ്ങളിൽ തന്നെ വലിയ എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട്. M സ്വരാജ്, AK ബാലൻ, സുരേഷ് കുറുപ്പ് തുടങ്ങിയ കൃത്യമായ രാഷ്ട്രീയ ബോധവും പ്രസംഗപാഠവുമുള്ള പ്രഗത്ഭരായ ഒരു നിര നേതാക്കൾ മുൻപ് ഉണ്ടായിരുന്നു. എന്നാൽ പിണറായി ചേരിയുടെയും ഗോവിന്ദന്റെയും കാലഘട്ടത്തിൽ ചാവേറുകളായി പ്രവർത്തിക്കാൻ കഴിയുന്നവരെയും സ്വന്തം ചേരിയുടെ വക്താക്കളെയും മാത്രം അക്കോമഡേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. MA ബേബിയെയും MV ഗോവിന്ദനെയും പോലെയുള്ള നേതാക്കളുടെ തണലിൽ ചിന്താ ജെറോം പോലുള്ളവർ പദവികൾ ഒപ്പിച്ചെടുക്കുമ്പോൾ സംഘടനയ്ക്ക് വേണ്ടി ജീവിതം ഹോമിച്ച യഥാർത്ഥ കേഡറുകൾ നോക്കുകുത്തികളാവുകയാണ് ഇവിടെ. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയും അതിലെ രാഷ്ട്രീയവും പരിശോധിച്ചാൽ മറ്റൊരു തമാശ കൂടി കാണാൻ കഴിയും. ആദ്യം ചരിത്രപ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനത്ത് സമ്മേളനം നടത്താൻ പദ്ധതിയിട്ടെങ്കിലും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് അനുമതി നിഷേധിച്ചു.
തുടർന്ന് നിവർത്തിയില്ലാതെ സമ്മേളനം അരണാട്ടുകരയിലെ സ്കൂൾ ഓഫ് ഡ്രാമ മൈതാനത്തേക്ക് മാറ്റേണ്ടി വന്നു. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി കൊണ്ടുവന്നിരിക്കുന്നത് പ്രശസ്ത നടൻ പ്രകാശ് രാജിനെയാണ്. വ്യാജ വോട്ടർ പട്ടിക വിവാദങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ കേസുകളിലും പെട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച ആരോപണം നേരിടുന്ന ഒരാളെയാണ് യുവജന പ്രസ്ഥാനത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവരുന്നത് എന്നത് എത്രത്തോളം വലിയ വിരോധാഭാസമാണ് എന്നുകൂടി ആലോചിക്കണം. ചിന്താ ജെറോം പ്രസിഡന്റ് ആകുന്ന വേദി ഉദ്ഘാടനം ചെയ്യാൻ പ്രകാശ് രാജ് എത്തുന്നത് രണ്ടുപേരുടെയും രാഷ്ട്രീയപരമായ നിലപാടുകളുടെ യഥാർത്ഥ പ്രതിഫലനമാണ്. മുൻപ് യുവജനങ്ങളെ ആവേശഭരിതരാക്കിയ ഒരു പ്രസ്ഥാനം ഇന്നിതാ നേതൃത്വത്തിന്റെ അന്ധമായ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം ജീർണതയുടെ ഗർത്തത്തിൽ പതിച്ചിരിക്കുകയാണ്. കഴിവും വിവരവുമുള്ള നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ഭയപ്പെടുന്ന ഒരു പാർട്ടി നേതൃത്വം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വഴങ്ങി ചിന്താ ജെറോമിനെ പോലുള്ളവരെ പ്രതിഷ്ഠിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പ്രസ്ഥാനത്തിന്റെ വിശ്വസ്തതയാണ്. ഈ രാഷ്ട്രീയ നാടകവും നേതാക്കളുടെ ആന്തരിക കളിപ്പാവകളും ജനങ്ങളും പ്രത്യേകിച്ച് യുവജനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. നേതാക്കളുടെ ആഗ്രഹത്തിന് മാത്രം കാത്തുനിൽക്കുന്ന നേതാക്കന്മാരെ അല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന യഥാർത്ഥ യുവ നേതൃത്വത്തെയാണ് കേരളത്തിന് ആവശ്യം.